നീ ജനിച്ചാലന്നു ഞങ്ങൾക്ക് ക്രിസ്തുമസ്, നീ മരിച്ചാൽ ദുഃഖ വെള്ളിയാഴ്ച. 30 വെള്ളിക്കാശിനി ഈ സ്വനം ഒറ്റ കൊടുത്തില്ലേ, അതിനുള്ള ശിക്ഷ നിനക്ക് ദൈവം തന്നോളും. യേശു വെറും പാവമാ, ജൂദാസ് ഭയങ്കര സാധന. ഇതുമാത്രം വേദന എന്റെ യേശു സഹിച്ചു. ഓമനപ്പുഴ കടപ്പുറത്തെന്റെ യേശു. ഇതെന്തോന്ന് പാട്ട്? ഇത് പാട്ടാ? ഇങ്ങനെയാണ് പാട്ട്? മോനെ, നമ്മള് കലാകാരന്മാരല്ലോ, അതുകൊണ്ട് നമുക്ക് വലിയ പിടിയുണ്ടാവില്ല ഇതിനെ പറ്റി. ചിലപ്പോ അതായിരിക്കും മനസ്സിലാവട്ടെ. എന്താണേ മേളു? അതെ, ഇങ്ങനത്തെ പാട്ടുണ്ട്. ഈ പാട്ട് ഞാൻ കേട്ടിട്ടില്ലല്ലോ ക്രിസ്മസിന്റെ. ഇത് ക്രിസ്മസ് പാട്ടാണോ? എന്റെ പൊന്നു പാക്കരാ, ഇത് ക്രിസ്മസ് പാട്ടാണോ ക്രിസ്മസ് അല്ലാത്ത പാട്ടാണോ എനിക്കറിയാൻ പാടില്ല. ഇതെന്തോന്നത്? യേശു വെറും പാവമാ, ജൂദാസ് ഭയങ്കര സാധന. ഇതുമാത്രം വേദന എന്റെ യേശു സഹിച്ചു. കേട്ടാ, ശുദ്ധ സംഗീതം, ശുദ്ധ സംഗീതം. ഇതാണല്ലേ അപ്പൊ ശുദ്ധ സംഗീതം. ഓ, അങ്ങനെ പറ. ഓമനപ്പുഴ കടപ്പുറത്തെന്റെ യേശു. സൂപ്പറായിരുന്നില്ലേ? നിങ്ങൾ പറയണ്ട, എനിക്കറിയാം സൂപ്പറാണ്. എന്റെ പാട്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത എല്ലാവർക്കും നന്ദി. മേളു എൻജോയ് ചെയ്തു? ആരെൻജോയ് ചെയ്തു? പൊന്നു പക്കറ, അവരെന്തെങ്കിലും പറയട്ടെ. എൻജോയ കുഞ്ചോയ ഒന്ന് നിർത്തി പോയാ മതിയായിരുന്നു. എന്റെ പൊന്നു പക്കറ, ഇവനൊക്കെ കാരണം നമ്മുടെ ടൈം വൈകാണ് അവന്മാർക്കുള്ള പണി കൊടുക്കാനായിട്ട്. മേളു അതെപ്പോഴാ കൊടുക്ക? അതെപ്പോഴാ കൊടുക്കാൻ വെറുതെ പറഞ്ഞിട്ട് കാര്യണ്ട. ഇല്ല, എന്താ കാരണം? പറ, എന്താ എന്താ കാരണം? മേളിന് പറ, എന്താ കാരണം? ഓ, എന്റെ പൊന്നു പൊട്ടമാക്കര, ഇവന്മാര് പാട്ട് നിർത്തി ടീച്ചർ ഒന്ന് പോയാലല്ലേ മധുമാഷ് വരൂ. മധുമാഷ് വന്നാലല്ലേ നമ്മുടെ പ്ലാൻ അവതരിപ്പിക്കാൻ പറ്റൂ. നമ്മുടെ പ്ലാൻ അവതരിപ്പിച്ചിട്ട് ഇവന്മാരെ പുറത്താക്കണം. അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. മാളുപ്പാക്കന് കുറെ നേരം ഇവിടെ നിന്ന് പെരുവർക്കണേ. മുന്നോട്ടേക്ക് പിള്ളേരെ, ഇവിടെ പാട്ട് പറഞ്ഞിട്ടില്ലേ? അയ്യോ സോറി ടീച്ചറെ, സോറി. ഞങ്ങൾ പാട്ട് നല്ല രീതിയിൽ ആസ്വദിക്കായിരുന്നു. ആസ്വദിച്ചിട്ട് അതിന്റെ അഭിപ്രായം ഷെയർ ചെയ്യായിരുന്നു. സൂപ്പറായിരുന്നു ടീച്ചറെ, സൂപ്പർ. ടീച്ചറ് സൂപ്പറായിരുന്നു. ഞങ്ങൾ ആസ്വദിക്കായിരുന്നു. കൂടുതലും ആസ്വദിക്കണ്ട, അപ്പുറത്തെ ക്ലാസ്സുള്ളതാ, സംസാരിക്കാതെ ആസ്വദിച്ചാൽ മതി കേട്ടോ. നീ പാട്ട് പഠിച്ചിട്ടുണ്ട് മുമ്പ്? അതെന്താ ടീച്ചറെ അങ്ങനെ ചോദിച്ചേ? എന്താ ഇങ്ങനെ ചോദിച്ചേ? ഇല്ല ടീച്ചറെ, ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ജന്മന വാസനുണ്ട്. പാട്ട് പാടാനുള്ള വാസനുണ്ട് ടീച്ചറെ. നല്ലതാ, ഇങ്ങനെയുള്ള വാസനകൾ നല്ലതാ. ചെന്നതിക്ക് ടീച്ചറെ, സുഹൃത്തുക്കളെ, എന്റെ പാട്ട് കേട്ട എല്ലാവർക്കും നന്ദി. എല്ലാവരുടെയും എന്റെ കടപ്പാട് ഞാൻ അറിയിക്കുന്നു. ഇവിടെ സ്റ്റേജിലെ അവസരം തന്ന ടീച്ചർക്കും ഞാൻ ടീച്ചറെ പറഞ്ഞ പോലെ ടീച്ചറെ അവസാനമായിട്ട് പൊന്നാട് എന്തെങ്കിലും വേണോ നിനക്ക്? ടീച്ചറെ, ഈ ഇളയ കലാകാരന്റെ അവസരം തന്ന ടീച്ചർക്ക് എനിക്ക് ടീച്ചറിന്റെ അനുഗ്രഹം വേണം. അനുഗ്രഹിച്ചാലും ടീച്ചറെ, അനുഗ്രഹിച്ചാലും എന്തായാലും മിന്നൂസ് വീടുണ്ടാവും എന്റെ ഈ പാട്ടിന്. ടീച്ചറെ അനുഗ്രഹിച്ചാലും. എന്റെ പൊന്നു രാഹുൽ കെ.പി. കോഴിപ്പറമ്പിലെ മോനെ, അതേ ചെയ്യുന്നിരുന്നേ. മതി. ടീച്ചറെ, ടീച്ചർ പറയുന്ന പോലെ. എടാ പാക്കര, അടുത്തതാരും പാട്ട് പാടാൻ വരാണ്ടിരുന്നാ മതിയായിരുന്നല്ലേ? ടീച്ചർ എങ്ങനെയൊന്ന് പോയാ മതിയായിരുന്നു. ഞാനും വരാനും വേളൂ. ഇനിയാരും വരാൻ വഴിയില്ല. ഇനിയോടെ കലാകാരന്മാരില്ലെന്ന് തോന്നണേ. അത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ തോന്നണേ. ഇനി പാട്ട് പാടാൻ കഴിവുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വരൂ, പാട്ട് പാടൂ. നമുക്കിന്നൊരു 5-6 മിനിറ്റ് കൂടെ ഉണ്ട്. വീണ്ടും അയ്യോ, ഇനി ആരും നോക്കിട്ടെടുക്കാൻ പോണേ എന്റെ മോ. ഞാൻ പോവാൻ പോട്ടാ, ഞാൻ എന്റെ കഴിവിലിരിക്കട്ടെ. സൂപ്പർ മോനെ, അത് വേണ്ടടാ. രാഹുലിന്റെ പോലെ നീ പാടാൻ പോണെങ്കിൽ നീ നിന്റെ കഴിവ് തെളിയിക്കണ്ടടാ. എല്ലാരും കൂടിട്ട് കിളക്കും നിന്നെ. ഇല്ല, രാഹുലിന്റെ പോലെ ഒന്നല്ല ഞാൻ ജമ്മനെ വാസനുള്ളവനാ. അവന്റെ വാസന ഞങ്ങൾക്ക് തയ്ക്കാൻ പറ്റില്ല. ഇന്ന് എന്റെ വാസനയും കൂടി. അടുത്ത് മാറണം.
യാപ്പിയും കൂപ്പിയും എവിടെ നോക്കിയാലും ഇവനാണല്ല. ഇവന് പാട്ട് വിടാൻ കഴിവുണ്ടോ മേളു? അതെ, ഞാനൊരു വരട്ട ബുക്കിൽ നിനക്ക് എഴുതി തരാം. ഇന്നാൾക്കാർക്ക് കഴിവുണ്ട്, ഇന്നാൾക്കാർക്ക് കഴിവില്ലെന്ന് പറഞ്ഞിട്ട് നീ എവിടുന്ന് വരണടാ പൊട്ടാ? എനിക്കങ്ങനെ അറിയാം ഇവന് പാട്ട് പാടാൻ കഴിവുണ്ടോ കഴിവില്ലെന്ന്. ഈ കാശിലുള്ളവരെ മൂട്ടിലാണ് ഞാനിരിക്കണേ. മേളു, ഞാൻ ഇങ്ങനെ ചോദിച്ചല്ലേ, ഞാൻ പൊതുവായിട്ട് ചോദിച്ചേ. ഒന്ന് പാക്കണ പൊളിഞ്ഞിട്ടുള്ള സമയത്ത് ഒരുമാതിരി പൊതുവായിട്ട് ചോദിക്കാൻ കേട്ടോ. എനിക്കറിയില്ല ഇവർക്ക് കഴിവുണ്ടോ കഴിവില്ല. നീ ചെന്ന് ചോദിക്കി പണി. മേളുവേ, അഭിയാണോ? എന്നാ അഭി വരൂ, അഭിജയ് വരൂ, പാട്ട് പാടൂ. ലീലാമണിയാ, കഴിവുള്ള അവസരങ്ങള് കഴിവില്ലാത്ത തട്ടിയെടുക്കാനുള്ള ലീലാമണിയാ. എന്തൊക്കെയാ സുബ്രമോനെ, നിന്റെ കൂടെ തമ്പായി ഉണ്ട്. തമ്പായി, ഈ തമ്പായിനെ മുട്ടിപ്പായി പ്രാർത്ഥിക്ക്, നിനക്ക് അവസരം കിട്ടൂട്ടാ. കഴിവുള്ള എനിക്ക് അവസരം കിട്ടണേ. അഭി, ഏത് പാട്ടാ പാടാൻ പോണേ? തിത്താര തിത്താര തിത്തൈ തോം തരികട തോം. ആ പാട്ടാണ് അമ്മ പഠിപ്പിച്ച പാട്ടാണ് പാടാൻ പോണേ. അതൊന്നുമില്ല, സർപ്രൈസ് സർപ്രൈസ് സർപ്രൈസ്. എന്ത് സർപ്രൈസ്? ഇവരെന്തിനാണ് കുശി കുശിക്കണേ? വല്ല ബോംബിക്കണ കാര്യണോ? അമ്മി മോനല്ലേ, പലതുണ്ടാവും, നമുക്കറിയില്ലല്ലോ മേളു. പലതുണ്ടാവും എനിക്കറിയാം, അതെന്തിനാണ് ചോദിക്കണേ? മേളു, ഞാൻ കേട്ടില്ലേ, സത്യത്തിൽ ഞാൻ കേട്ടില്ല. ഓ, വിട് 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 വിട്. ചാപ്റ്റർ വിട്, ചാപ്റ്റർ വിട്. ഞാനേ യൂട്യൂബിൽ നോക്കി പഠിച്ച പാട്ട്, സൂപ്പർ പാട്ട്. ആണോ? പഠിക്കൂ പഠിക്കൂ പഠിക്കൂ. ക്രെഡിറ്റ് നിൽക്കുന്നു വേണ്ടിട്ടാ, മോനെ എടുത്താൽ മതി. അതൊക്കെയുള്ളൂ, ക്രെഡിറ്റ് ഞാൻ തന്നെ എടുക്കുള്ളൂ. പഠിക്കൂ പഠിക്കൂ. സെക്രട്ടറിയായ എന്റെ കൂട്ടുകാര്, എന്റെ സെക്രട്ടറി, എന്റെ അമ്മയും ടീച്ചറുമായ ഇവിടുത്തെ ജിമ്മി ടീച്ചർക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ എന്റെ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഡെഡിക്കേറ്റ് ചെയ്യാൻ ഇവൻ ആരടാ? ഡെഡിക്കേറ്റഡാ ഇവന്റെ പട്ടിഷോ അല്ലേ മേളു? എന്നെ വാസനയും കഴിവും പുറത്തെടുക്കാനുള്ള ഈ അവസരം ഞാൻ വിനിയോഗിക്കുമെന്ന് എല്ലാവരോടുമായിട്ട് പറയുന്നു. മോനെ മതിടാ, ഓരക്കല്ലേ ഓരക്കല്ലേ, പാട് പാട് പാട്. അപ്പൊ നമുക്ക് തുടങ്ങാം. എല്ലാവരും പിറ്റൊരു ക്ലാപ്പ് കൊടുത്തേ. എനിക്ക് ക്ലാപ്പൊന്നും വേണ്ടേ. എന്റെ കഴിവ് പുറത്തെടുത്തതിന് ശേഷം മാത്രം എനിക്ക് ക്ലാപ്പ് മതി. ആവശ്യമില്ലാത്ത അംഗീകാരം എനിക്ക് വേണ്ടേ. ഇവനൊരു അഭിമാനി തന്നെ അല്ലേ മോനെ? എന്റെ കഴിവ് പുറത്തെടുക്കാൻ അവസരം കിട്ടിയില്ലല്ലോ, അതോടെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേ. അതിനേക്കാളും കഴിവ് എനിക്കുണ്ട്, അതിനേക്കാൾ അഭിമാനി ഞാൻ. കണ്ട മിന്നൂസേ, ഇവനെന്നെ പോലെ പറയാൻ നോക്ക്. എന്റെ തര കഴിവൊന്നും ഇവനില്ല, എന്നിട്ട് ഇവരെന്തിട്ടിക്കല പറയണേ. അതെനിക്കറിഞ്ഞോ മിന്നൂസേ, ഞാനൊരു സംഭവം കണ്ട് കണ്ട് എന്നെ കോപ്പിടിച്ചവൻ എന്നെ പോലെ പറയാൻ നോക്കിട്ട്. ഇവനെ കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ മണ്ണ ബുദ്ധി വിളിച്ചായിരുന്നു. അതുപോലെ Ready, 1, 2, 3, start. I am dead, man. I am dead. Check this out. Yo, check this out. ഞാൻ മരിച്ചു കിടക്കുന്ന നേരത്ത്, എല്ലാരും കരയുന്ന സമയത്ത് എന്റെ കവിതകൾ എന്നെ